ഹായ് ഹലോ ക്രിഷ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗുരുവായൂർ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അയ്യോ, എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയിരിക്കുക, കോൾഡാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് ഗുരുവായൂർ പോയി വരാമെന്ന് വിചാരിച്ചു. അനിയത്തിയും അമ്മയും ഞാനും വല്യമ്മയും കൂടിയിട്ടാണ് പോണേ. ജ്യോതിയേട്ടനും അച്ഛനും ലീവ് കിട്ടിയില്ല, അപ്പോൾ അവരില്ല. അപ്പോൾ ഞങ്ങൾ റെഡിയായി, വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറാൻ പോവുകയാണ്. അനിയത്തിക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു. അവളിപ്പോൾ എറണാകുളത്താണല്ലോ. അപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അമ്മ അപ്പോൾ അവൾക്കൊരു തുലാഭാരമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവൾക്കിപ്പോൾ ലീവ് കിട്ടി വന്നെങ്കിപ്പോൾ ഇപ്പം അടുത്തൊന്നും വരലുണ്ടാവില്ല, 2 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം അവൾ വന്ന് പോണതിൻ്റെ മുന്നേ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്. കണ്ണൻ കുറച്ച് നേരം പിന്നിലിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഞാൻ ഫ്രണ്ടിൽ വരികയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മടിയിൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്താറായി. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഗുരുവായൂർക്ക്. ഇടയ്ക്ക് പോവാറുണ്ട്. മിക്ക ദിവസം പോകുമ്പോഴും ജ്യോതിയേട്ടൻ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ജ്യോതിയേട്ടന് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ ഗുരുവായൂരെത്തി. തിരക്കുണ്ടാവും തോന്നുന്നു. ഏകാദശി വിളക്കൊക്കെ തുടങ്ങിയില്ലേ, പിന്നെ ശബരിമല സീസണും അതിൻ്റെയൊക്കെ തിരക്കുണ്ടാവും. എന്താണെന്നറിയില്ല. അപ്പോൾ അവിടെ പോയി നോക്കാം നമുക്ക്. ഇവിടുന്ന് ദൂരേന്ന് ആ പ്രധാന ഗോപുരം കാണുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി തുടങ്ങും കേട്ടോ. എന്തോ ഭയങ്കര ഇമോഷനാണ് ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളവിടെ ഇറങ്ങി മുല്ലപ്പൂവൊക്കെ വാങ്ങി അങ്ങനെ പതുക്കെ നടക്കുകയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബല്ലേ, ഭയങ്കര പീസ്ഫുള്ള്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ നടവഴി കൂടെ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങും കേട്ടോ. അതെന്താണെന്നറിയില്ല. ഇതെല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഈ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഫോണും ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. തിരക്കുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂ നിന്നിട്ട് കയറാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഫോണൊക്കെ കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി കേട്ടോ. തുലാഭാരം കഴിഞ്ഞു. ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല, നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ലൈനിൽ കയറിയപ്പോൾ തന്നെ കണ്ണപ്പൻ ഉറങ്ങി. അപ്പോൾ പിന്നെ ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ ലൈനിൽ നിന്നില്ല, പിന്നെ വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അനിയത്തിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കണ്ണന് സാധനങ്ങൾ, അവിടെ നിറയെ കടകളാണല്ലോ. അപ്പോൾ അവന് ഒരു വണ്ടി വേണമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി കൊടുക്കാൻ വേണ്ടി വിചാരിച്ചു. പക്ഷേ എനിക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജ്യോതിയേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊന്നും കൂടി പോവാം, ഈ ഏകാദശിയൊക്കെ കഴിയട്ടെ, അപ്പോൾ പിന്നെ നമുക്കൊരു ദിവസം രാവിലെ നേരത്തെ പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ശരവണ ഭവനിൽ കയറി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. നല്ല പായസമൊക്കെ ഉണ്ടായി. കണ്ണനും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു ദോശയുടെ പകുതിയേ കഴിച്ചുള്ളൂ, അതുപോലെ ഉച്ചവരെ പിടിച്ചു നിന്നവൻ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിൽ പോവുക, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് നല്ല മഞ്ഞൊക്കെ കൊണ്ടിട്ട് സൗണ്ടൊക്കെ നല്ലോണം പ്രശ്നമുണ്ടായിരുന്നു. കണ്ണനും മൂക്കിൽ നിന്നൊക്കെ വരുന്നുണ്ട് കോൾഡ്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ആകെ ടയേർഡായ പോലെയായി, കാരണം വയ്യാത്തതുകൊണ്ടേ. വീട്ടിലെത്തി. ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പം ഇനി വേറൊരു വ്ളോഗായി പിന്നെ കാണാം. ടാറ്റാ, ബൈ.